ഞായറാഴ്ച സൂര്യൻ്റെ നിശ്ചയമായതുകൊണ്ട് തന്നെ ജ്വാല ജെറിയെയും മെറിയെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. തലേന്ന് തന്നെ വരണം, അവൾ ഓർമ്മിപ്പിച്ചു. അവർ സമ്മതിച്ചു. കുറുപ്പ് അങ്കിളിനോട് സമ്മതം വാങ്ങി അവർ ഡ്രസ്സ് ഒക്കെ പാക്ക് ചെയ്തു വെച്ചു. വെള്ളിയാഴ്ച ജ്വാലയെയും കൂട്ടി അവർ ബ്യൂട്ടി പാർലറിൽ പോയി ടച്ചപ്പ് ചെയ്തു. പിന്നെ ജ്വാലയുടെ കളർ ധാവണീസ് 2 പേർക്കും വാങ്ങി. തൊട്ടടുത്ത ഫാഷൻ ഡിസൈനിങ് ഷോപ്പിൽ തയ്ക്കാനും കൊടുത്തു. ഒരു വലിയ ഷോപ്പായിരുന്നു അത്. നമ്മുടെ ഇഷ്ടത്തിന് അവർ തയ്ച്ചു തരും. ജെറിക്കും മെറിക്കും ധാവണിയിട്ടു ശീലമില്ലാത്തതിനാൽ ജ്വാലയാണ് എങ്ങനെ തയ്ക്കണമെന്ന് പറഞ്ഞു കൊടുത്തത്. അവരുടെ അളവും എടുത്തു. പിറ്റേന്ന് തന്നെ തയ്ച്ചു തരണമെന്നും പ്രത്യേകം പറഞ്ഞു. ക്യാഷ് മുൻകൂട്ടി അടച്ചു. ബില്ലിൽ സീലും വാങ്ങി അവർ അവിടെ നിന്നിറങ്ങി. ജെറിയും മെറിയും അവരുടെ സ്കൂട്ടിയിൽ കയറി തിരിച്ചുപോയി. ജ്വാല അവളുടെ സ്കൂട്ടിയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. വഴിയിൽ വെച്ച് റോക്കിയെ കണ്ടു. അവൾ സ്കൂട്ടി മുന്നോട്ടെടുക്കാൻ നോക്കിയെങ്കിലും റോക്കി തൻ്റെ ജിപ്സി കൊണ്ട് വിലങ്ങുവെച്ചു. അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹലോ ചെല്ലക്കിളി, എന്താ ഒരു മൈൻഡില്ലാത്തത്? നിന്നെ കുറേ നേരമായി ഞാൻ വാച്ച് ചെയ്യുന്നു. ആ 2 കുരിപ്പുകൾ പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ അവരുടെ മുന്നിൽ പെട്ടാലേ തടി കേടാകും. റോക്കി പറഞ്ഞുകൊണ്ട് ജിപ്സിയിൽ നിന്നിറങ്ങി. ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരിയായിട്ടുണ്ടല്ലോ, എന്താ വിശേഷം? റോക്കി ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. BA 3-ാം വർഷം കഴിയാറായി. ഇനി 2 സെമ്മും കൂടി ഉണ്ട് അല്ലേ? ആകെ 4 വർഷം. ഇത്രയും കാത്തിരിക്കാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റില്ല. ഇനി 2 മാസം കൂടി. അത് കഴിഞ്ഞാൽ എക്സാമും കഴിഞ്ഞു. പിറ്റേന്ന് നമ്മുടെ മിന്നുകെട്ട്. ഞാൻ പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ല. മിന്നുകെട്ട് കഴിഞ്ഞിട്ട് നീ പഠിക്കാൻ പോയിക്കോ. എനിക്ക് സമ്മതമാണ്, റോക്കി പറഞ്ഞു. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ജ്വാല തല പുകഞ്ഞാലോചിച്ചു. ജെറിയും മെറിയും ചെയ്യുന്നത് പോലെ മർമ്മസ്ഥാനത്ത് ലോക്ക് ഇടാം. പക്ഷേ അതിൽ താൻ അത്ര എക്സ്പേർട്ടല്ല. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തൻ്റെ ഭാവി? കരാട്ടെ നോക്കാമെങ്കിൽ തനിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടില്ല. ഇനിയും പഠിക്കാനുണ്ട്. ജ്വാല എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് സൂര്യൻ്റെ കാർ അതിവേഗം വന്ന് ബ്രേക്കിട്ടത്. അതിൽ നിന്ന് സൂര്യനൊപ്പം മഹിയും പവിത്രനും കൂടി ഇറങ്ങി. ആരട നീ? മഹി റോക്കിയോട് ചൂടായി. ആ, എൻ്റെ അമ്മായിയച്ഛൻ വന്നല്ലോ. അതെ, ഇവളെ 2 മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കും. 3rd ഇയർ എക്സാം കഴിഞ്ഞിട്ട് ആ കാര്യം പറയുകയായിരുന്നു ഇവളോട്. മിന്നുകെട്ട് കഴിഞ്ഞിട്ട് ഇവൾ പഠിച്ചോട്ടെ, എനിക്ക് സമ്മതാ. ഇവൾക്കും സമ്മതാ അല്ലേടി? റോക്കി പറഞ്ഞു നിർത്തിയതും സൂര്യൻ്റെ ചുരുട്ടിയ കൈത്തലം റോക്കിയുടെ മൂക്കിൽ ഊക്കോടെ വന്നിടിച്ചു. ഒന്നല്ല, പലവട്ടം. അതും വളരെ വേഗതയിൽ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പെങ്ങളെ വിട്ടേക്കാൻ. നിൻ്റെ അഭ്യാസമൊന്നും അവളുടെ അടുത്ത് വേണ്ട. സൂര്യനെ പിടിച്ചുമാറ്റി മഹി റോക്കിയെ ചവിട്ടിക്കൂട്ടി. തൻ്റെ ദേഷ്യമെല്ലാം അവൻ്റെ മേൽ തീർത്തു. നീയാ അല്ലേ എനിക്ക് ഉമക്കത്ത് അയച്ചത്? മഹി ചോദിച്ചു. റോക്കിക്ക് നേരെ നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു. പവിത്രൻ മഹിയെ പിടിച്ചുമാറ്റി. സൂര്യൻ ജ്വാലയെ കാറിൽ കയറ്റി. പവിയും മഹിയും കാറിൽ കയറി. പവിയാണ് കാർ ഓടിച്ചത്. സൂര്യൻ ജ്വാലയുടെ സ്കൂട്ടി എടുത്തു. വീട്ടിലെത്തിയതിനു ശേഷം ജ്വാലയോട് മഹിയും പവിയും റോക്കിയെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചു. ജ്വാല എല്ലാം തുറന്നു പറഞ്ഞു. മോള് പോയിക്കോ, പവി പറഞ്ഞു. മഹിക്ക് ആകെ ദേഷ്യം പിടിച്ചിരുന്നു. എത്രയും വേഗം ജ്വാലയെ ഇവിടെ നിന്ന് മാറ്റണം. അതിനുള്ള വഴി നോക്ക്, പവി പറഞ്ഞു. അവനെ പേടിച്ചു എൻ്റെ മോളെ ഇവിടെ നിന്ന് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല, മഹി പറഞ്ഞു. പിന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കുമോ? പവി ചോദിച്ചു. എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കില്ല, മഹി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവളെ തട്ടിക്കൊണ്ടുപോയി ആ ചെകുത്താൻ കല്യാണം കഴിച്ചാലോ? അത് നീ ക്ഷമിക്കുമോ? പവി ചോദിച്ചു. മഹിക്ക് പെട്ടെന്ന് ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അതാ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് മാറ്റാൻ. അതും 2 മാസം കഴിഞ്ഞു മതി. 2 മാസം വരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു, പവി പറഞ്ഞു. മഹിക്കും അത് ശരിയാണെന്ന് തോന്നി. പക്ഷേ അവളെ എങ്ങോട്ട് മാറ്റും? മഹി ചോദിച്ചു. ഡൽഹിക്ക്. പെട്ടെന്ന് അവളുടെ കല്യാണം നടത്തണം അർജുനുമായി. എന്നിട്ട് അവൾ ഡൽഹിക്ക് പോകട്ടെ. തുടർന്ന് അവൾ അവിടെ പഠിച്ചാൽ മതി, പവി പറഞ്ഞു. അതിന് അവന് ജോലിയൊന്നും ആയില്ലല്ലോ, മഹി പറഞ്ഞു. ജോലിയൊന്നും ഇപ്പോൾ നോക്കണ്ട. നമ്മുടെ മോളുടെ സേഫ്റ്റിയാണ് ഇപ്പോൾ മുഖ്യം. അത് നോക്കിയാൽ മതി, പവി പറഞ്ഞു. എന്നാൽ അവരെ അറിയിക്ക്. 2 മാസം കഴിഞ്ഞു സൂര്യൻ്റെയും ജ്വാലയുടെയും കല്യാണം ഒന്നിച്ച് നടത്താം.
മഹി പറഞ്ഞു. ഓക്കെ. പവി സമ്മതിച്ചു. പിറ്റേന്ന് സൂര്യൻ്റെ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ സഞ്ജയും സിന്ദൂരയും കേരളത്തിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു. അക്ഷയയുടെ വീട്ടിലേക്കാണ് അവർ പോയത്. അവർ നാട്ടിൽ എത്തിയതറിഞ്ഞു മഹിയും പവിയും സൂര്യനും അവരെ കാണാനും വിവരങ്ങൾ പറയാനും അക്ഷയയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവർക്ക് അവിടെ നല്ല സ്വീകരണമാണ് കിട്ടിയത്. ചായ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മഹി തങ്ങൾ വന്ന കാര്യം അവതരിപ്പിച്ചു. സഞ്ജയ്ക്കും സിന്ദൂരയ്ക്കും വളരെയധികം സന്തോഷമായി. ആനന്ദിൻ്റെയും അർജുൻ്റെയും വിവാഹം ഒന്നിച്ച് നടത്താമെന്ന് തീരുമാനമായി. നാളെ സൂര്യൻ്റെയും ജ്വാലയുടെയും നിശ്ചയം ഒന്നിച്ച് നടത്താൻ തീരുമാനിച്ചു. സഞ്ജയ് അപ്പോൾ തന്നെ അർജുനെ വിളിച്ച് വിവരം പറഞ്ഞു. അശ്വതിയുടെ അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞു. അവർ സമ്മതിച്ചു. നിശ്ചയം നടത്താൻ വേണ്ടി തൊട്ടടുത്ത ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. കാറ്ററിംഗ് സർവീസിൽ 150 പേർക്കുള്ള വെജും നോൺ വെജും അടങ്ങിയ ഫുഡും ഏൽപ്പിച്ചു. സഞ്ജയ് അർജുനോട് എല്ലാവരെയും കൂട്ടി ഇന്ന് തന്നെ കേരളത്തിലെത്താൻ ആവശ്യപ്പെട്ടു. കാര്യവും പറഞ്ഞു. അർജുൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആനന്ദിനെയും കോളേജിൽ നിന്ന് ശില്പയെയും വിളിച്ചു വരുത്തി. അപ്പോഴേക്കും അർജുൻ 4 ഫ്ലൈറ്റ് ടിക്കറ്റ് കരിപ്പൂരേക്ക് ബുക്ക് ചെയ്തിരുന്നു. 2 മണിക്കൂറിനുള്ളിൽ അവർ എയർപോർട്ടിലെത്തി. എല്ലാം പറഞ്ഞു പരസ്പരം തീരുമാനിച്ചു. മഹിയും പവിത്രനും സൂര്യനും അടങ്ങിപ്പോയി. പോകുന്ന വഴിയിൽ വെച്ചു പവി പറഞ്ഞു. എല്ലാം തീരുമാനിക്കുന്നതിന് മുമ്പ് നമുക്ക് മോളോടൊന്ന് ചോദിക്കാമായിരുന്നു. അവളുടെ അഭിപ്രായം. അവളുടെ ജീവിതമല്ലേ. അവൾക്കും ആഗ്രഹം കാണുമല്ലോ വിവാഹത്തെപ്പറ്റി. പവി മഹിയുടെ മുഖത്തേക്ക് നോക്കി. മഹി ഒന്നും മിണ്ടിയില്ല. അന്ന് രാത്രി തന്നെ അർജുനും സംഘവും അക്ഷയയുടെ വീട്ടിലെത്തി. കേരളത്തിലെ നിശ്ചയത്തിൻ്റെ രീതികളൊക്കെ അക്ഷയോട് ചോദിച്ച് മനസ്സിലാക്കി. സഞ്ജയ് അർജുനെയും കൂട്ടിപ്പോയി. ജ്വാലയ്ക്ക് ഇടാൻ 1 പവൻ്റെ മോതിരവും 4 പവൻ്റെ ഒരു വളയും വാങ്ങി. രണ്ടും അർജുനായിരുന്നു സെലക്ട് ചെയ്തത്. അവിടെ നിന്ന് കുറച്ച് മാറി നിന്ന് അർജുൻ ജ്വാലയ്ക്ക് ഫോൺ ചെയ്തു. അവൾ ഫോൺ എടുത്തു. തനിക്ക് നാളെ നിശ്ചയത്തിന് ഡ്രസ്സ് എങ്ങനെ വേണമെന്ന് അവളോട് ചോദിച്ചു. ഡാർക്ക് ബ്ലൂ ഷർട്ടും ബ്ലൂ കരമുണ്ടും വാങ്ങാൻ ജ്വാല പറഞ്ഞു. അവൻ അതുപോലെ തന്നെയാണ് വാങ്ങിയതും. മഹിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. കാരണം നിശ്ചയത്തിനും കല്യാണത്തിനും പോയിട്ടുണ്ടെങ്കിലും വിട്ടുമാറിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പക്ഷേ മക്കളുടേതാണ്. മാറിയിരിക്കാൻ കഴിയില്ലല്ലോ. അർജുൻ വീട്ടിലെത്തിയതിനു ശേഷം സഞ്ജയുടെ അടുത്തേക്ക് പോയി. ബാബ, പെട്ടെന്ന് മാരേജ് ഉണ്ടാവുമോ? എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. അതൊന്നും സാരമില്ല. മോൾക്കൊരു റൗഡിയിൽ നിന്ന് വലിയ ശല്യം. അതുകൊണ്ടാണ് ഇപ്പോൾ കല്യാണം നടത്തുന്നത്, അയാൾ പറഞ്ഞു. അത് അർജുന് പുതിയ അറിവായിരുന്നു. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അവൾ തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അവൻ ചിന്തിച്ചു. പക്ഷേ ബാബ, ഞാൻ സ്റ്റഡി ചെയ്യുകയല്ലേ, അർജുൻ പറഞ്ഞു. ഇനി പഠിച്ചതൊക്കെ മതി. ഇപ്പോൾ അടുത്ത പ്രിലിമിനറി എക്സാം അറ്റൻഡ് ചെയ്യ്, സഞ്ജയ് പറഞ്ഞു. ഓക്കെ, അർജുൻ സമ്മതിച്ചു. മഹിയും പവിയും സൂര്യനും വീട്ടിലെത്തി. ജ്വാലയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അർജുൻ വിളിച്ചപ്പോൾ തന്നെ അവൾ തൻ്റെ നിശ്ചയം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അന്ന് രാത്രി ജ്വാല ജെറിയോടും മെറിയോടും തൻ്റെ നിശ്ചയമുണ്ടെന്ന് പെട്ടെന്നു തന്നെ കല്യാണവും നടക്കുമെന്നും ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ജെറിയും മെറിയും പകച്ചുപോയി. അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ റോക്കിയെ ഞങ്ങൾ ഒതുക്കിത്തരാം. അതിന് അവനെ പേടിച്ച് കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജെറി പറഞ്ഞു. ഇത് അച്ഛൻ്റെയും അങ്കിളിൻ്റെയും തീരുമാനമാണ്, ജ്വാല പറഞ്ഞു. ഞങ്ങൾ പറയണോ അവരോട്, മെറി ചോദിച്ചു. വേണ്ട, ഇത് നടക്കട്ടെ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെൻ്റെ ഏട്ടന് സഹിക്കാൻ കഴിയില്ല, ജ്വാല പറഞ്ഞു. അപ്പോൾ ചേച്ചി 2 മാസം കൂടിയേ ഉള്ളൂ അല്ലേ ഇവിടെ, ജെറി സങ്കടത്തോടെ ചോദിച്ചു. അവൾ മൂളി. ഇനി ഞാൻ ഡൽഹിയിൽ ആവും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്, ജ്വാല പറഞ്ഞു. ജെറിക്കും മെറിക്കും റോക്കിയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി.